Hello friends, welcome to Commerce Made Easy. നമ്മൾ ആക്ടിവിറ്റി റേഷ്യോ അനാലിസിസിലെ ആക്ടിവിറ്റി റേഷ്യോസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്കതിൻ്റെ ബാലൻസ് നോക്കാം. ആക്ടിവിറ്റി റേഷ്യോസ് എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ള റേഷ്യോസ് ആണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ എഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ ഫിക്സഡ് അസറ്റ്സ് നമ്മുടെ ടേൺ ഓവറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇത് മെഷർ ചെയ്യാനുള്ളതാണ് ആക്ടിവിറ്റി റേഷ്യോസ്. അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി റേഷ്യോസിനെ നമുക്ക് ടേൺ ഓവർ റേഷ്യോ എന്നും എഫിഷ്യൻസി റേഷ്യോ എന്നും പറയാം. ആക്ടിവിറ്റി റേഷ്യോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. നമ്മൾ ഇൻവെൻറ്ററിയും ഫിക്സഡ് അസറ്റ്സും വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും ആണ്. അതിനകത്ത് ആദ്യം ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഡെറ്റേഴ്സ് വെലോസിറ്റി എന്നും പറയും. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അക്കൗണ്ട്സ് റിസീവബിൾസ് ആൻഡ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. അക്കൗണ്ട്സ് റിസീവബിൾസും ക്രെഡിറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. എന്താ അക്കൗണ്ട്സ് റിസീവബിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെറ്റേഴ്സിൻ്റെയും ബിൽസ് റിസീവേഴ്സിൻ്റെയും ടോട്ടലിനെയാണ് അക്കൗണ്ട്സ് റിസീവബിൾസ് എന്ന് പറയുന്നത്. ടോട്ടൽ ഓഫ് ട്രേഡ് ഡെറ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ ഈസ് നോൺ ആസ് അക്കൗണ്ട്സ് റിസീവബിൾസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തരാനുള്ള ഡെറ്റേഴ്സ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾസ് ഉണ്ട്. അത് എത്ര സ്പീഡിലാണ് അല്ലെങ്കിൽ അത് എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് എത്ര ആയിട്ട് ഡെറ്റേഴ്സ് അത് പേ ചെയ്യുന്നുണ്ട്, ഇത് ആ എഫിഷ്യൻസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറയുന്നത്. അതായത് ഡെറ്റേഴ്സ് കൺവേർട്ടഡ് ഇൻറ്റു ക്യാഷ് ഏത് സ്പീഡിലാണ്, എത്രത്തോളം എഫിഷ്യൻസിയിലാണ് ഡെറ്റേഴ്സിനെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നത്, അത് മെഷർ ചെയ്യാനുള്ളതാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ മെഷർ ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്റ് കളക്ഷൻ പോളിസിയുടെ എഫിഷ്യൻസിയാണ്, എത്രത്തോളം നന്നായിട്ട് നമുക്ക് ക്രെഡിറ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ നിന്നാണ്. ഇപ്പോൾ ഒരു ഹയർ റേഷ്യോ ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഡെറ്റ്സ് ആർ ബീയിങ് കളക്റ്റഡ് പ്രോംപ്റ്റ്ലി. കൃത്യമായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെറ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് ഹയർ റേഷ്യോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതിൻ്റെ ആ ഒരു എഫിഷ്യൻസിയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ ബാഡ് ഡെറ്റ്സിൻ്റെ ചാൻസസ് വളരെ കുറവായിരിക്കും. ഇനി ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഇക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾസ് ആണ്. നെറ്റ് ക്രെഡിറ്റ് സെയിൽസും ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് നമുക്ക് അക്കൗണ്ട്സ് റിസീവബിൾസ് എടുക്കാൻ അറിയാം. നമ്മൾ ഡെറ്റേഴ്സിൻ്റെയും ബിൽസ് റിസീവബിൾസിൻ്റെയും ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് റിസീവബിൾ ആവും. ഇനി അതിൻ്റെ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ എടുക്കണം, ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡെറ്റേഴ്സും ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾസും തന്നിട്ടുണ്ടാവും, ക്ലോസിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ബിൽസ് റിസീവബിൾസും തന്നിട്ടുണ്ടാവും. എല്ലാം കൂടെ ടോട്ടൽ എടുക്കുക, ഓപ്പണിംഗ് ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും ടോട്ടൽ ചെയ്യുക, ക്ലോസിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ബിൽസ് റിസീവബിളും കൂടെ ടോട്ടൽ ചെയ്യുക. മൊത്തത്തിൽ ടോട്ടൽ എടുത്തിട്ട് ആവറേജ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ഇടുക. ഇതിങ്ങനെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെറ്റേഴ്സിനെയും ബിൽസ് റിസീവബിൾസിനെയും ടോട്ടൽ ചെയ്താൽ മാത്രം മതി. ഓപ്പണിങ്ങും ക്ലോസിങ്ങും സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആവറേജ് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ഇടാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നെറ്റ് ക്രെഡിറ്റ് സെയിൽസിൻ്റെയും അക്കൗണ്ട്സ് റിസീവബിൾസിൻ്റെയും റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഇത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇനി ഇതിൽ തന്നെ വരുന്നൊരു പോർഷനാണ് ആവറേജ് ഡെറ്റ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റടുത്ത് കണ്ടത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വഴി അതിൻ്റെ ആ സ്പീഡ് അല്ലെങ്കിൽ എഫിഷ്യൻസിയാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ആവറേജ് ഡെറ്റ് കളക്ഷൻ പീരീഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്ര പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര മാസത്തിനുള്ളിൽ നമുക്ക് ഓരോ ഡെറ്റേഴ്സിനെയും ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആവറേജ് ഡെറ്റ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് ദാറ്റ് elapsed
between the receipt of invoice by customers and the actual payment of the invoice. നമ്മുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ട് പോയ കസ്റ്റമേഴ്സ് ആ ഡേറ്റ് മുതൽ എന്നാണോ കടം വാങ്ങിച്ചത് ആ ഡേറ്റ് മുതൽ എന്നാണോ അവരത് പേയ്മെന്റ് നടത്തുന്നത് അതുവരെ എത്ര സമയം എത്ര പീരീഡിനുള്ളിലാണ് ഇത് രണ്ടും കൂടെ സംഭവിക്കുന്നത്. ആ പീരീഡ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആവറേജ് ഡെറ്റ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഈ പീരീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഫണ്ട് അവിടെ എന്തായി പോകും, ബ്ലോക്കായി പോകും. നമുക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാതെ, അതായത് ഡെറ്റേഴ്സ് നമുക്ക് തരാൻ ഡിലേ ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഫണ്ട് എന്ത് ചെയ്യും, ഡെറ്റേഴ്സിൽ ബ്ലോക്കായി കിടക്കും. അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആവറേജ് ഡെറ്റ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇത് വെച്ചുകൊണ്ട് മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. എന്താണ് ഇനി നടപടികൾ എടുക്കേണ്ടതെന്ന് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. എ ഷോർട്ടർ കളക്ഷൻ പീരീഡ് ഇംപ്ലൈസ് പ്രോംപ്റ്റ് പേയ്മെന്റ് ബൈ ഡെറ്റേഴ്സ്. ഇറ്റ് റെഡ്യൂസസ് ചാൻസ് ഓഫ് ബാഡ് ഡെറ്റ്സ്. അപ്പോൾ ഇതിന്റെ ഈ കളക്ഷൻ പീരീഡ് നമുക്ക് കുറഞ്ഞൊരു കളക്ഷൻ പീരീഡാ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഡെറ്റേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല, ബാഡ് ഡെറ്റ്സിന്റെ ചാൻസസ് വളരെ കുറവാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എത്ര പീരീഡിനുള്ളിൽ ഡെറ്റേഴ്സ് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്നുണ്ട് ആ പീരീഡ് മനസ്സിലാക്കാനുള്ളതാണ് ആവറേജ് ഡെറ്റ് കളക്ഷൻ പീരീഡ്. ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡേയ്സിലാ വേണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 365 ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമ്മൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ എന്ത് ചെയ്യുക, 365 ഡിവൈഡഡ് ബൈ ആ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇട്ട് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ഈ ഡെറ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് മന്ത്സിലാ അറിയണ്ടെങ്കിൽ എത്ര മാസത്തിനുള്ളിലാണ് ഡെറ്റ് കളക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ 12 ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇട്ട് കഴിഞ്ഞാൽ എത്ര മാസത്തിനുള്ളിൽ നമുക്ക് ഡെറ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും ഡെറ്റ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി. മറ്റത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത് പറഞ്ഞെങ്കിൽ ഇത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളവർക്ക് എത്ര സ്പീഡിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ളതാണ് ഇത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അക്കൗണ്ട്സ് പേയബിൾ ആൻഡ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അക്കൗണ്ട്സ് പേയബിളും നെറ്റ് ക്രെഡിറ്റ് പർച്ചേസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അക്കൗണ്ട്സ് പേയബിൾ മീൻസ് ടോട്ടൽ ഓഫ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ. നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളവരുടെ, അത് ക്രെഡിറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബില്ലായിട്ടോ കൊടുക്കാനുള്ളവരുടെ ടോട്ടൽ എടുക്കുക, അതിനെ എന്ത് ചെയ്യുക, നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അതാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ എത്ര നാൾ നമുക്ക് ഈ ഫണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. പക്ഷെ അത് കൊടുക്കാതെ എത്ര നാൾ നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എത്ര നാൾ ഈ ഫണ്ട് നമ്മുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും, അത് മനസ്സിലാക്കാനുള്ളതാണ് ഇത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസിനെ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ കിട്ടും, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടും. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ട്സ് പേയബിൾ എടുക്കാൻ നമുക്കറിയാം, ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളിന് ടോട്ടൽ ആണ് അക്കൗണ്ട്സ് പേയബിൾ. ഇനി ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും ഓപ്പണിംഗ് ബിൽസ് പേയബിളും കൂടെ ആഡ് ചെയ്യുക, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സും ക്ലോസിംഗ് ബിൽസ് പേയബിളും കൂടെ ആഡ് ചെയ്യുക, ടോട്ടൽ എടുക്കുക ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗും ക്ലോസിംഗും തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിവൈഡഡ് ബൈ 2 ഇടാവൂ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ വരുന്നതാണ് ആവറേജ് ഡെറ്റ് പേയ്മെന്റ് പീരീഡ്. നമ്മൾ എത്ര പീരീഡിനുള്ളിൽ പേ ചെയ്യണം, നമ്മൾ ഇങ്ങോട്ട് കടം വാങ്ങിച്ച് ആ ഡേറ്റ് മുതൽ നമ്മൾ എന്നാണോ ഈ ഫണ്ട് പേ ചെയ്യുന്നത് അതുവരെ ഉള്ള പീരീഡിനെയാണ് എന്തെന്ന് പറയുന്നത് ആവറേജ് ഡെറ്റ് പേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര മാസത്തിനുള്ളിലാണ് നമ്മളിത് കൊടുത്തു തീർക്കുന്നത്. അത് ഡേയ്സിൽ അറിയണമെങ്കിൽ 365 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉണ്ടാവും, അതെന്ത് ചെയ്യുക, 365 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇടുമ്പോൾ എത്ര ഡേയ്സിലാന്ന് കിട്ടും. അതെല്ലാം മന്ത്സിലാണ് വേണ്ടുന്നെങ്കിൽ 12 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇട്ട് കഴിഞ്ഞാൽ എത്ര മന്ത്സിലാണെന്നും അറിയാൻ പറ്റും. ഇത്രയുമാണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പ്രയോജനമാണെന്ന് തോന്നി മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.